இப்போ இருக்கிறது எல்லாமே இப்பவே செலவழிச்சிட்டீங்கன்னா, நெறைய விஷயம் நடக்கும். இப்போ நீங்க வந்து ஒரு 3 வருஷம் ஒரு 2, 3 இயர்ஸ், 4 இயர்ஸ், 5 இயர்ஸ் வேலை செய்றீங்க. இந்த வேலை செய்யும்போது உங்களுக்கே தோணும், எனக்கு புடிச்ச வேலை தான் நான் செய்றேனா? இல்ல நான் காலைல எழுந்து, வாவ்! இன்னைக்கு வேலைக்கு போறேன் அப்படின்னு போறீங்களா? இல்ல நான் சம்பளத்துக்காக போய் ஆகணும். മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ സമ്പളത്തിക്കാകെ പോയാവണം. ഈ പറയുന്ന മെച്ചൂരിറ്റിയിൽ നമ്മളും ഉണ്ടാവല്ലേ? എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോൾ മടുത്ത് ഇത് നിർത്താം, എങ്ങനെയെങ്കിലും ഒന്ന് റിസൈൻ ചെയ്യണം എന്ന് ചിന്തിക്കാത്ത ആരുമില്ല. ഇതിന് നിങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാവും. ഒരേ ജോലി തന്നെ കുറെ കാലമായിട്ട് ചെയ്യുന്നതും, വർക്ക് പ്രഷറും, കുറഞ്ഞ സാലറിയും, അങ്ങനെ പലതും. എങ്കിൽ പിന്നെ ഒറ്റ മൈൻഡിൽ അങ്ങനെ റിസൈൻ ചെയ്താലോ? കഴിയില്ലല്ലേ? അത്രക്കങ്ങ് ധൈര്യമില്ലല്ലേ? കാരണം എന്താ? ഇന്ന് റിസൈൻ ഇട്ടാ നാളെ മുതൽ എങ്ങനെ പോകുന്നുള്ളത് ഒരു ഐഡിയ ഇല്ലല്ലോ. ഇപ്പൊ എങ്ങനാ? അക്കൗണ്ടിൽ ഈ മാസത്തെ സാലറിയുടെ പകുതി പോലും ഇല്ലല്ലോ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ട്രാപ്പായി പോവാതിരിക്കാനാണ് സേവിങ്സ് വേണമെന്ന് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 3 മാസത്തെ സാലറി എങ്കിലും മിനിമം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻസ് ഒക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യായിരുന്നു. പുതിയൊരു ജോലി കിട്ടുന്നവരെയോ അതല്ലെങ്കിൽ മറ്റൊരു ഇൻകം സ്ട്രീം റെഡി ആവുന്നത് വരെയോ നിങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. അപ്പൊ എങ്ങനെ? ഇഷ്ടപ്പെടാത്ത പണിയിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നതിന് പകരം ഇപ്പൊ തന്നെ സേവിങ്സ് തുടങ്ങിയല്ലേ? കൂടുതൽ ടിപ്സിനായിട്ട് റോയൽ അക്കാദമി ഫോളോ ചെയ്യൂ.